യെശയ്യാവ്. പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ കഥയിൽ ഇസ്രായേലിന്റെ പ്രവാചകന്മാരിൽ പ്രമുഖനായ യെശയ്യാവിനെ ഒന്ന് പരിചയപ്പെടാം. യെശയ്യാവ് ഇസ്രായേലിലെ യഹൂദയിൽ ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണ്. പിതാവിന്റെ പേര് ആമോസ് എന്നായിരുന്നു. യെശയ്യാവിന് പ്രവാചകിയായ ഒരു ഭാര്യയും 2 മക്കളും ഉണ്ടായിരുന്നു. ആ മക്കളുടെ പേരുകൾ തന്നെ ഇസ്രായേലിനോടുള്ള പ്രവചനമായിരുന്നു. യഹൂദ സാമ്രാജ്യം ഭരിച്ച 20 രാജാക്കന്മാരിൽ 10, 11, 12, 13 രാജാക്കന്മാരുടെ കാലത്താണ് യെശയ്യാവ് തൻ്റെ പ്രവാചക ശുശ്രൂഷ നിർവഹിച്ചത്. ഈ രാജാക്കന്മാരുടെ കാലത്ത് ഇസ്രായേൽ മക്കൾ ഒന്നൊഴിയാതെ ദൈവത്തിൽ നിന്ന് വളരെയധികം അകലുകയും ദൈവത്തോട് മത്സരിക്കുന്നവരും ആയിത്തീർന്നിരുന്നു. അടിച്ച് നേർവഴിക്ക് നടത്താൻ പോലും ആവാത്ത വിധം അവർ തങ്ങളുടെ പരിശുദ്ധനെ വിട്ട് പുറകോട്ട് മാറിയിരുന്നു. അത് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഏൽപ്പിച്ച വേദന വളരെ വലുതായിരുന്നു. ദൈവം താൻ വാഗ്ദത്തം ചെയ്ത ദേശത്ത് ഇസ്രായേൽ മക്കളെ എത്തിക്കുകയും അവരുടെ മുമ്പിൽ അവർക്ക് തിരഞ്ഞെടുക്കാൻ അനുഗ്രഹത്തിൻ്റെയും ശാപത്തിൻ്റെയും വാതിലുകൾ തുറന്നു വെച്ചു. ഈ കാര്യങ്ങൾക്ക് സാക്ഷിയായി ദൈവം ആകാശത്തെയും ഭൂമിയെയും മുൻനിർത്തി. മറ്റുള്ളവരിൽ നിന്ന് ഒരു ശ്രേഷ്ഠതയും ഇല്ലാതിരുന്ന ഒരു ജനതയെ സർവശക്തനായ ദൈവം തനിക്ക് സ്വന്തമായി തിരഞ്ഞെടുക്കുകയും അവരെ ഇസ്രായേൽ എന്ന് പേരിട്ട് വിളിക്കുകയും ചെയ്തു. എന്നാൽ ഇസ്രായേൽ പലപ്പോഴും ആ ഭാഗ്യ പദവിക്ക് വില നൽകാതെ ദൈവത്തിൽ നിന്നകന്ന് ചുറ്റുമുള്ള ജാതികളുടെ ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ചെന്ന് സേവിക്കുകയും ചെയ്തു. പല വഴികളിലൂടെയും ദൈവം അവരെ മടക്കി വരുത്താൻ ശ്രമിച്ചെങ്കിലും അവർ അധികം പിന്മാറിയതേയുള്ളൂ. അതിൽ വേദനിച്ച പിതാവായ ദൈവം താൻ സാക്ഷി നിർത്തിയ ആകാശത്തെയും ഭൂമിയെയും വിളിച്ച് തൻ്റെ മക്കളുടെ മത്സരത്തെ അറിയിക്കുന്നതിലൂടെയാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തുടങ്ങുന്നത്. അവിടെ തുടങ്ങി ദൈവം യെശയ്യാവിലൂടെ ഇസ്രായേലിനുള്ള ന്യായവിധിയും അവർ മടങ്ങി വരുന്നെങ്കിൽ അവർക്ക് വച്ചിരിക്കുന്ന പ്രത്യാശയെയും കുറിച്ച് അരുളി ചെയ്യുവാൻ തുടങ്ങി. അതിനുവേണ്ടി ദൈവം യെശയ്യാവിനെ തന്നെ ആദ്യം ശുദ്ധീകരിക്കുകയും തൻ്റെ തേജസ്സിനെ അവനെ കാണിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ തേജസ് കണ്ടതുകൊണ്ട് തന്നെയാണ് ശക്തരായ ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്ന 4 യഹൂദ രാജാക്കന്മാരുടെ കാലങ്ങളിൽ യഹൂദയ്ക്കും യെരുശലേമിനും എതിരായി പ്രവചിക്കുവാൻ യെശയ്യാവിന് കഴിഞ്ഞത്. യഹൂദയുടെ രാജാക്കന്മാരിൽ ഉസിയാവും പിന്നീട് വന്ന ഉസിയാവിന്റെ മകനായ യോഥാമും ഒരു പരിധിവരെ യഹോവയ്ക്ക് പ്രസാദമായിട്ടുള്ളത് ചെയ്തിരുന്നു. ഉസിയാവ് 52 വർഷവും യോഥാം 16 വർഷവും യഹൂദയെ ഭരിച്ചു. എന്നാൽ ഈ സമയത്ത് ഇസ്രായേലിന്റെ പല ഭാഗങ്ങളും അശൂർ രാജാവ് കീഴടക്കിയിരുന്നു. അതിനെ തുടർന്ന് അശൂരിനോട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഇസ്രായേൽ രാജാവായ പേക്കഹ് സിറിയൻ രാജാവായ റെസീനുമായി ചേർന്ന് യഹൂദ രാജാവായ യോഥാമിന്റെ മകനായ ആഹാസിനോടുകൂടി സഹായം അഭ്യർത്ഥിച്ചു. ആഹാസ് ആകട്ടെ തന്റെ പിതാവിന്റെ വഴിയിൽ നടക്കാതെ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിലൂടെ നടക്കുകയും ചുറ്റുമുള്ള ജാതികളുടെ മ്ലേച്ഛതയ്ക്കൊത്തവണ്ണം തന്റെ മകനെ പോലും അഗ്നിപ്രവേശം ചെയ്യിക്കുകയും ചെയ്തിരുന്നു. ആകയാൽ അവന്റെ ദൈവമായ യഹോവ തന്നെ ഈ 2 രാജാക്കന്മാരെയും അവനെതിരെ വരുത്തി. എന്നിരുന്നാലും ഇസ്രായേൽ രാജാവിന്റെ അപേക്ഷ കേൾക്കാൻ ആഹാസ് തയ്യാറായില്ല. ഇതിൽ രോഷാകുലരായ പേക്കഹും റസീനും യഹൂദയുമായി യുദ്ധത്തിന് വരികയും കുറച്ച് ഭാഗങ്ങൾ പിടിച്ചെടുക്കുകയും 1,20,000-ലധികം പരാക്രമശാലികളെ കൊന്നുകളയുകയും സ്ത്രീകളും പുത്രന്മാരും പുത്രിമാരും ഉൾപ്പെടുന്ന 2,00,000-ലധികം പേരെ പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു. ഈ സമയത്ത് യെശയ്യാവ് ആഹാസിന്റെ അടുത്ത് ചെന്ന്, ഭയപ്പെടേണ്ട, ദൈവം നിന്നോടുകൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആഹാസിനെ ധൈര്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും
അതിന് ചെവി കൊടുക്കാനോ ദൈവം കൊടുത്ത അടയാളം സ്വീകരിക്കാനോ ആഹാസ് മനസ്സ് കാണിച്ചില്ല. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം അയക്കാനിരിക്കുന്ന തന്റെ പുത്രന്റെ പേരായ ഇമ്മാനുവേൽ ഒരടയാളമായി വെളിപ്പെടുത്തി കൊടുത്തത് ഈ ആഹാസിനാണ്. എന്നാൽ അതൊന്നിനും വില നൽകാതെ ആഹാസ് തന്നെ സഹായിക്കാൻ അശൂർ രാജാവിനോട് അഭ്യർത്ഥിച്ചു. അതിനായിട്ട് അവൻ യഹോവയുടെ ആലയത്തിലും രാജധാനിയുടെ ഭണ്ഡാരത്തിലുമുള്ള വെള്ളിയും പൊന്നും എടുത്ത് അശൂർ രാജാവിന് സമ്മാനമായി കൊടുത്തയച്ചു. അതുകൊണ്ട് അശൂർ രാജാവ് വന്ന് യുദ്ധം ചെയ്ത് റസീനെ കൊന്നുകളഞ്ഞെങ്കിലും പിന്നത്തേതിൽ അവൻ ആഹാസിനെ ഞെരുക്കി. യഹോവയുടെ വാക്ക് കേൾക്കുന്നതിന് പകരം അശൂർ രാജാവിനെ ആശ്രയിച്ചതും താൻ തന്നെ തോൽപ്പിച്ച സിറിയയുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങളെ ആഹാസ് ഉണ്ടാക്കിക്കുകയും അവയെ സേവിക്കുകയും ചെയ്തത് യഹൂദയ്ക്ക് വിനാശകാരണമായി തീരുകയും ചെയ്തു. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇസ്രായേലും അധികം വൈകാതെ തന്നെ യഹൂദയും അശൂരിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്തു. ഇസ്രായേലിന്റെയും സിറിയയുടെയും യഹൂദയ്ക്കെതിരായിട്ടുള്ള കൂട്ടുകെട്ട് യഹോവ തങ്ങളെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വടിയാണെന്ന് ചിന്തിക്കാതെ യഹൂദ ജനം ആലോചനകൾക്കും ഉപദേശത്തിനും വേണ്ടി വെളിച്ചപ്പാടന്മാരുടെയും ലക്ഷണം ചോദിക്കുന്നവരുടെയും പിന്നാലെ പോയി. ആ ജനത്തെ അതിലേക്ക് നയിച്ചത് അവരെ നടത്തിയവർ തന്നെ ആയിരുന്നു. അങ്ങനെ യഹോവയുടെ ജനം നടക്കുന്നവരും നടത്തപ്പെടുന്നവരും പരിജ്ഞാനമില്ലായ്കയാൽ നാശത്തിലേക്ക് പോയി. യെശയ്യാവ് യഹോവയുടെ കൽപ്പനയാൽ ഇസ്രായേൽ ഗൃഹം തങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഏറ്റുവാങ്ങേണ്ടി വരുന്ന പ്രവാസത്തെക്കുറിച്ചും യഹോവയുടെ കോപത്തിന്റെ കോലായ അശൂരിനെ കുറിച്ചും പ്രവചിച്ചു. തുടർന്ന് യഹൂദ രാജാവായ ആഹാസിന്റെ കാലത്ത് തന്നെ ഹോശേയ ഭരിച്ചിരുന്ന ഇസ്രായേൽ ഗൃഹം അശൂരിലേക്ക് പ്രവാസികളായി പോകേണ്ടി വന്നു. കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ആഹാസ് മരിക്കുകയും മകനായ ഹിസ്കിയാവ് രാജാവാകുകയും ചെയ്തു. ഹിസ്കിയാവ് ആഹാസിന്റെ വഴിയിലൂടെ നടക്കാതെ ദാവീദിന്റെ വഴിയിലൂടെ നടക്കുകയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്യുകയും ചെയ്തു. ആ സമയങ്ങളിലൊക്കെ യെശയ്യാവ് ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങളായ ഫെലിസ്ത്യയെയും മോവാബിനെയും സിറിയയുടെ തലസ്ഥാനമായ ഡെമസ്കസിനെയും ഈജിപ്തിനെയും കുറിച്ച് പ്രവചിച്ചു. അതുമാത്രവുമല്ല, അശൂരിനെ കീഴടക്കി ഒരു പ്രബല ശക്തിയാകാനിരിക്കുന്ന ബാബേലിനെയും കുറിച്ചുള്ള പ്രവചനങ്ങൾ യെശയ്യാവ് നടത്തി. ഈ രാജ്യങ്ങൾ മൂലം തങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പല കഷ്ടങ്ങളെക്കുറിച്ചും യെശയ്യാവ് മുഖാന്തരം മുന്നറിയിപ്പ് ലഭിച്ചു. എങ്കിലും അവർ മൂഢന്മാരായി തുടർന്നു. അവർക്ക് ലഭിച്ച സകല ദർശനങ്ങളും മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകത്തിലെ വചനങ്ങൾ പോലെ ആയിരുന്നു. അക്ഷരവിദ്യയുള്ള ഒരുത്തന്റെ കയ്യിൽ കൊടുത്ത് അതൊന്ന് വായിക്കാൻ ആവശ്യപ്പെട്ടാൽ അവൻ എനിക്കതിന് കഴിയില്ല, അത് മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറയും. എന്നാൽ അക്ഷരവിദ്യ ഇല്ലാത്തവന്റെ കയ്യിൽ അത് കൊടുത്താൽ എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് അവനും പിന്മാറും. ചുരുക്കത്തിൽ എല്ലാവരും മറ്റുള്ളവരുടെ മുമ്പിൽ വായ്കൊണ്ടും അധരം കൊണ്ടും ദൈവത്തെ ബഹുമാനിക്കുന്നതല്ലാതെ അവർ ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്നും ദൈവകൽപ്പനകളിൽ നിന്നും അകന്നു നിൽക്കുവാൻ ആഗ്രഹിച്ചു. ദൈവത്തോടുള്ള അവരുടെ ഭക്തി വെറും മാനുഷ്യം എന്ന് മനസ്സിലാക്കിയ ദൈവം സകല മനുഷ്യരുടെയും ബുദ്ധിക്കെത്താത്ത ഒരു അത്ഭുത പ്രവൃത്തി അവർക്കിടയിൽ ചെയ്യാൻ തീരുമാനിച്ചു. ദൈവത്തിന്റെ കൈകളുടെ ആ പ്രവൃത്തി കാണുമ്പോൾ തന്റെ മക്കൾ തന്റെ നാമത്തെ വിശുദ്ധീകരിക്കുകയും തന്നെ ഭയപ്പെടുകയും ചെയ്യുമെന്ന് ദൈവം വിചാരിച്ചു. അതുകൊണ്ട് ദൈവം യെശയ്യാവിലൂടെ ഇസ്രായേലിന് വരാനിരിക്കുന്ന മശിഹ എന്ന ഭാവി പ്രത്യാശയെക്കുറിച്ച് പ്രവചനങ്ങൾ നൽകി. എന്നാൽ യെശയ്യാവ് അടക്കമുള്ള പ്രവാചകന്മാരോട് നേരുള്ള പ്രവചനങ്ങളെ പറയാതിരിക്കാനും മധുരമായതും വ്യാജമായതും പ്രവചിക്കാനും അവർ ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ ഇസ്രായേലിന്റെ പരിശുദ്ധന്റെ വചനങ്ങളെ നിരസിക്കുകയും പീഡനത്തിലും വക്രതയിലും ആശ്രയിച്ച് ചാരി നിൽക്കുകയും ചെയ്തതുകൊണ്ട് ഒരു കുശവൻ
പൊട്ടക്കലം ഗണ്യമാക്കാതെ ഉടച്ചു കളയുന്നത് പോലെ അവരെ ഉടച്ചു കളയും എന്ന് ദൈവം അരുളി ചെയ്തു. ഒരു തരത്തിലും അനുസരിക്കാൻ മനസ്സ് കാണിക്കാതിരുന്ന ഇസ്രായേലിനുള്ള ന്യായവിധി ദൈവം വെളിപ്പെടുത്തി കൊടുക്കുമ്പോഴും തൻ്റെ മക്കൾ മനം തിരിഞ്ഞ് തന്നിലേക്ക് മടങ്ങി വരണമെന്ന് അവരുടെ സ്വർഗീയ പിതാവിൻ്റെ ഹൃദയം വളരെയേറെ ആഗ്രഹിച്ചു. എന്നാൽ അവർ ഇസ്രായേലിൻ്റെ പരിശുദ്ധങ്കിലേക്ക് നോക്കുകയോ അവനെ അന്വേഷിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ സഹായത്തിനായി ഈജിപ്തിനെ ആശ്രയിച്ചു. ഇതിനിടയിൽ രാജാവായ ഹിസ്കിയാവിനെതിരായി അശൂർ രാജാവ് പുറപ്പെട്ടു വന്നു. ആഹാസ് രാജാവിന്റെ കാലത്ത് ആലയത്തിലെയും രാജധാനിയിലെയും വെള്ളിയും പൊന്നും കൊടുത്ത് അന്ന് യുദ്ധം ഒഴിവാക്കി അശൂർ രാജാവിനെ ആഹാസ് തിരിച്ചയച്ചിരുന്നു. എങ്കിലും ഇപ്പോൾ അശൂർ രാജാവ് വീണ്ടും യഹൂദയ്ക്കെതിരായി വന്നു. ഇപ്രാവശ്യം അവർ ഇസ്രായേലിനെയും സിറിയയെയും ഒക്കെ കീഴടക്കിയിട്ടുള്ള വരവായിരുന്നു. എന്നാൽ ഹിസ്കിയാവ് യഹോവയിൽ ആശ്രയിച്ചു. തുടർന്ന് യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ 1,80,500 പേരെ കൊന്നുകളഞ്ഞു. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക ഒരു രോഗം പിടിച്ചു. യെശയ്യാ പ്രവാചകൻ വന്ന് അവൻ മരിച്ചു പോകുമെന്നും അവന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കാനും അറിയിച്ചു. എന്നാൽ ഹിസ്കിയാവ് യഹോവയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവം അവന്റെ ആയുസ്സിനെ 15 വർഷം നീട്ടിക്കൊടുത്തു. എന്നാൽ സൗഖ്യം പ്രാപിച്ച ഹിസ്കിയാവിനെ കാണാൻ വന്ന ബാബേൽ രാജാവിന്റെ ആളുകൾക്ക് അവൻ തന്റെ രാജധാനിയിലും ഭണ്ഡാരത്തിലുമുള്ള സകലവും കാണിച്ചു കൊടുത്തു. അതറിഞ്ഞ യെശയ്യാവ് അവന്റെ അടുക്കൽ വന്നു. യെശയ്യാവ് യഹോവയുടെ വചനം അവനെ അറിയിച്ചു. അവൻ കാണിച്ചു കൊടുത്ത സാധനങ്ങൾ ഒന്നൊഴിയാതെ ബാബേലിലേക്ക് കൊണ്ടുപോകുമെന്നും അവനിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുത്രന്മാരിലും ചിലരെ അവർ പിടിച്ചുകൊണ്ടു പോകും എന്നും അറിയിച്ചു. യെശയ്യാവ് ഇതുവരെ നടത്തിയ പല പ്രവചനങ്ങളുടെയും നിവർത്തി യെശയ്യാവിന്റെ കാലത്ത് തന്നെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതിൽ പലതും ഇസ്രായേലിന്റെ മത്സരത്തിന് ദൈവം നൽകുന്ന ന്യായവിധിയെക്കുറിച്ചുള്ളതായിരുന്നു. ദൈവത്തിന്റെ താക്കീതുകളെ മറന്ന് മത്സരത്തിൽ തുടർന്ന യഹൂദ ഏകദേശം 100 വർഷത്തിനുള്ളിൽ ബാബേലിലേക്ക് പോവേണ്ടി വന്നു. എന്നാൽ ആ കാലത്തേക്ക് മാത്രമുള്ള പ്രവചനമായിരുന്നില്ല ദൈവത്തിന് യെശയ്യാവിൽ കൂടി നൽകാനുണ്ടായിരുന്നത്. അതിൽ ദൈവത്തെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും സംഭവിക്കാനിരിക്കുന്നത് എന്താണ് എന്ന് കൃത്യമായി ദൈവം അറിയിച്ചു. 70 വർഷത്തെ ബാബേലിലെ പ്രവാസത്തിന് ശേഷം ഒരു ശേഷിപ്പിനെ ദൈവം തിരിച്ചു വരുത്തുമെന്നും അവർക്ക് വേണ്ടി പാഴ്മലകളിൽ നദികളെയും താഴ്വരകളിലും വരണ്ട നിലത്തും നീരുറവയെ തുറക്കുമെന്നും ശത്രുവിന്റെ കയ്യാൽ തകർക്കപ്പെട്ട ഇസ്രായേലിന്റെ മരുഭൂമിയിൽ ദേവദാരു, ഖദിരമരം, കൊഴുന്ത്, ഒലിവ് വൃക്ഷം എന്നിവ ദൈവം തന്നെ നട്ടുപിടിപ്പിക്കും എന്നും അരുളി ചെയ്തു. ഇതൊക്കെയും കാണുമ്പോൾ ഇസ്രായേലിന്റെ പരിശുദ്ധനായ യഹോവയുടെ കൈ ഇത് ചെയ്തു എന്ന് അവർ അറിയണം എന്ന് ദൈവം ആഗ്രഹിച്ചു. എന്നാൽ ഇസ്രായേൽ ദൈവത്തോട് പ്രതികരിക്കാൻ ശ്രമിച്ചത് വേറെ വിധത്തിലായിരുന്നു. തന്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു എന്നും തന്റെ ന്യായം യഹോവ കാണാതെ കടന്നു പോകുന്നു എന്നും അവർ പറഞ്ഞു. തുടർന്ന് ദൈവം രാജ്യവും അധികാരവും നഷ്ടപ്പെട്ട ഇസ്രായേലിനെ പുനഃസ്ഥാപിക്കാൻ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും എന്നും ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും എന്നും അരുളി ചെയ്തു. ദൈവത്തിന്റെ ഉള്ളം പ്രസാദിക്കുന്ന ആ ദാസൻ താഴ്മ ധരിക്കുമെന്നും അവൻ സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും ചെയ്യുമെന്നും ദൈവം അരുളി ചെയ്തു. ആ ദാസൻ മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി എങ്ങനെ തകർക്കപ്പെടുമെന്നും ദൈവം യെശയ്യാവ് മുഖാന്തരം പ്രവചിച്ചു. ആകാശം ഭൂമിക്ക് മേലെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വിചാരങ്ങളും വഴികളും മനുഷ്യരുടേതിൽ നിന്ന് ഉയർന്നിരിക്കുകയാൽ ആ ദൈവത്തിന്റെ വിചാരങ്ങളെ മനുഷ്യനെ അറിയിക്കാൻ ദൈവം യെശയ്യാവിനെ പോലുള്ള പ്രവാചകന്മാരെ ഉപയോഗിച്ച്
ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന ശാശ്വത നിയമത്തെ തന്റെ ജനത്തെ അറിയിച്ചു. ആ നിത്യ നിയമത്തിന്റെ ഭാഗമായി തീരാൻ ഇസ്രായേലിന് പുറത്തുള്ള ജാതികളെയും ദൈവം ക്ഷണിക്കുന്നു എന്നുള്ള ശുഭവാർത്തയും യെശയ്യാവിലൂടെ ദൈവം നമുക്ക് നൽകുന്നു. എന്നാൽ തൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന ദാസനിലൂടെ ദൈവം നമ്മോട് ചെയ്ത ശാശ്വത നിയമത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്ന ഒരു സമയപരിധിയുണ്ട്. ദൈവം ഇന്നും മനുഷ്യനിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്ന ആ സമയത്തിന് ശേഷം ദൈവത്തിന്റെ പ്രതികാരത്തിന്റെ ഒരു ദിവസമുണ്ടെന്നും ദൈവം അറിയിച്ചു. സകല ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നും ദൈവത്തിലേക്ക് വരുന്നവർക്ക് ദൈവം വച്ചിരിക്കുന്ന പുതിയ യെരൂശലേം എന്ന പ്രത്യാശയെയും ദൈവത്തെ അറിയാത്തവർക്കും ദൈവത്തിന്റെ ദാസനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരവും നൽകുമെന്നും യെശയ്യാവ് മുന്നറിയിപ്പ് നൽകി. വിശുദ്ധ വേദപുസ്തകത്തിലെ 23-ാമത്തെ പുസ്തകമായ യെശയ്യാവിന്റെ പുസ്തകത്തിലൂടെ ദൈവം താൻ കരുണ തോന്നി തിരഞ്ഞെടുത്ത ജനത്തിന്റെ മത്സരവും ശാഠ്യവും അവർക്ക് മുമ്പിൽ തുറന്നു കാട്ടുകയും നശിച്ചു പോകാതിരിക്കേണ്ടതിന് തന്നിലേക്ക് മടങ്ങി വരുവാൻ ഉത്സാഹിപ്പിക്കുകയും മടങ്ങി വരുന്നവർക്ക് ലഭിക്കുന്ന പ്രത്യാശയെയും അല്ലാത്തവർക്കുള്ള ശിക്ഷാവിധിയെയും പ്രസിദ്ധമാക്കുകയും ചെയ്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാദിവസം. യഹോവയെ കണ്ടെത്താകുന്ന ഈ സമയത്ത് നമുക്കവനെ അന്വേഷിക്കാം. അവൻ അടുത്തിരിക്കുമ്പോൾ നമുക്ക് അവനെ വിളിച്ചപേക്ഷിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. വേറൊരു കഥയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.